ഞങ്ങളുടെ വാർത്തകളോ ബൈറ്റോ എന്തെങ്കിലും ഉണ്ടോ? പോസ്റ്റ് ഇട്ടതേ അങ്ങനെയല്ലല്ലോ. നിങ്ങൾ ഒരു ചാനൽ ചെയ്യുന്ന വാർത്ത എല്ലാ ചാനലും ഒരുമിച്ച് ചെയ്യുന്നുണ്ടോ? ഇല്ല. പറ്റിയല്ല. ഇപ്പൊ നിലവിൽ ഇത് എവിടെ ഓരോരുത്തർ ചോദിക്കുകയാണ്, എല്ലാത്തിനും പോസ്റ്റ് ഇടാതിരുന്ന വ്യത്യസ്ത അഭിപ്രായമുള്ളതുകൊണ്ടല്ല. പോസ്റ്റ് ഒന്നും അല്ല പ്രശ്നം, പാർട്ടിയുടെ നിലപാടാണ് പ്രശ്നം. ആ നിലപാട് ഞങ്ങളെല്ലാവരും ഇപ്പൊ ഞങ്ങൾ 4 എംഎൽഎമാരെ അവിടെ ഉള്ളൂ. ഇനിയും വരും ഒരാളുടെ 5. ജോസ് കെ മാണി ഇങ്ങ് വരും, പാർട്ടി ചെയർമാൻ. ഞങ്ങളുടെ നിലപാടെന്നും സുദൃഢമാണ്. കെ എം മാണി പഠിപ്പിച്ച വഴി യാത്ര ചെയ്ത് പാർട്ടി ചെയ്തു. നിങ്ങൾക്ക് ആർക്കും ആ സംശയത്തിന് ആവശ്യമില്ല. കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ പറഞ്ഞ നിലപാടാണ് ഈ പാർട്ടിയുടെ നിലപാട്. അഭ്യൂഹങ്ങൾ പരത്താൻ ശ്രമിക്കുന്നത്, ഈ പാർട്ടിയെ വിഷമത്തിലാക്കാൻ ശ്രമിക്കുന്ന ചില ശക്തികളാണെന്ന് പാർട്ടി ചെയർമാൻ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു. അതിനാൽ വിരാമം ഇട്ടു. അതുകൊണ്ട് ഇനി അതിനെ കുറിച്ചൊരു ചർച്ചയ്ക്ക് യാതൊരു പ്രസക്തിയില്ല. നിങ്ങളെല്ലാം വന്നുകൂടി വളരെ സന്തോഷം. ഇക്കാര്യം എല്ലാവരും അറിയിക്കണം. ഈ അടുത്ത ആഴ്ച വരെ നിങ്ങൾ ആ ചാനൽ തന്നെ ആയിരിക്കും, ഇതിനെ തന്നെ ഉണ്ടാവും. അതല്ലല്ലോ സ്ഥിതി. ഞങ്ങളുടെ നിലപാട് കോൺഗ്രസ്. ഇതൊരു രാഷ്ട്രീയ പാർട്ടിയാണ്, ഞങ്ങളുടെ പ്രസ്ഥാനമാണ്, ഞങ്ങളുടെ ആഫീസാണ്. ഈ പാർട്ടി ആഫീസിന്റെ മുന്നേറ്റ തീരുമാനമാണ്. ആ തീരുമാനത്തിലൊന്നും യാതൊരു മാറ്റമില്ലെന്ന, യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ പാർട്ടി ചെയർമാൻ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ അതിനോടൊപ്പം നിൽക്കുന്ന ഞങ്ങളോട് ഈ ചോദ്യങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തിയില്ല. അതെ, അത്രേ ഉള്ളൂ. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇന്നത്തെ പ്രധാന അജണ്ട എന്താണ്? നമ്മുടെ ഇന്നത്തെ അജണ്ട കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം ജില്ലാ തലത്തിൽ നമ്മൾ കൂടി സംസ്ഥാന തലത്തിൽ അതൊന്ന് കൂടേണ്ടതുണ്ട്. ജില്ലാ തലത്തിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് എത്തുന്നുണ്ട്. അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ പ്രദേശമുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ മേഖലാ ജാഥകൾ കൊണ്ട് ഓരോ ബൂത്തുകളുണ്ട്. ആ ജാഥയെ പറ്റി സംസാരിക്കാനുണ്ട്. മറ്റു അജണ്ടകളുമുണ്ട്. മുന്നണി മാറ്റം ചർച്ചയിലേ ഇല്ല. അതാണ് ചോദിച്ചിട്ട് ചർച്ച ചെയ്യണോ? പാർട്ടിയെ തീരുമാനിക്കുന്നു. അല്ല, ഞാൻ ചോദിച്ചത് അജണ്ട സാധാരണ തീരുമാനിക്കുന്നതൊക്കെ സാധാരണ രീതിയിൽ മീഡിയ അജണ്ട എങ്ങോട്ട് കൊണ്ടുവരുന്നത്. അത് ഒരിക്കലും തുറക്കാത്ത ഒരു അധ്യായമല്ലേ, ഒരിക്കലും തുറക്കാത്ത ഒരു പുസ്തകമല്ലേ. അതുകൊണ്ട് അതിനെ കുറിച്ച് എത്ര അറിയുന്നത്? ആരെങ്കിലും ആ പുസ്തകം തുറന്നിട്ടുണ്ടെങ്കിൽ അത് വായിച്ചിട്ട് അടച്ചോളൂ. അത്രേ ഉള്ളൂ. ബാക്കി കാര്യങ്ങൾ മീഡിയ ഇത് കഴിഞ്ഞ ശേഷം കാണാം. ശരി, ഓക്കെ.